ഭക്ഷണത്തോട് ഒരു താല്പര്യവും കാണിക്കാത്ത ഞങ്ങളുടെ കുഞ്ഞിക്കുറുമ്പന് ഇന്നൊരു ബിരിയാണി കൊതി. എന്നാ പിന്നെ അതൊന്ന് നടപ്പിലാക്കണമല്ലോ. ബിരിയാണി കൊതിക്ക് പിന്നെ മറ്റാരുടെയോ കൈകളില്ലേ എന്നൊരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ആലോചിക്കാതെ ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ ഹോട്ടലിലേക്ക് വിട്ടു. ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ആലോചിച്ചിരിക്കാൻ പാടില്ലല്ലോ. പക്ഷേ ചെന്ന ഹോട്ടലിൽ ബിരിയാണി കാലി. ബിരിയാണി എന്ന് പറഞ്ഞാൽ ബിരിയാണി തന്നെ വേണമല്ലോ. ഫ്രൈഡ് റൈസ് വെച്ചൊന്നും ആൾ അഡ്ജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ വേറെ ഹോട്ടലിലേക്ക് ഞങ്ങൾ വിട്ടു. അവസരങ്ങൾ നമ്മൾ ഒരിക്കലും പാഴാക്കരുത്. അപ്പോൾ ഒരു നൈറ്റ് റൈഡും ആയി, നമ്മുടെ ഫുഡും കിട്ടും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് അന്വേഷിച്ചെത്തിയത് കുട്ടല്ലൂർ റസ ഹോട്ടലിലാണ്. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ദാ വീട്ടിലിട്ടിരിക്കുന്ന അതേ ഡ്രസ്സോട് കൂടിയാണ് ഞാനും കുഞ്ഞിനും ചാടി പുറപ്പെട്ടത്. ഇത്ര ദൂരം വരണമെന്ന് ഞങ്ങൾ കരുതിയില്ലല്ലോ. എന്തേലും ആവട്ടെ, ആരും അറിയാൻ പോണില്ല. അപ്പോൾ അങ്ങനെ ഫുഡിന് ഓർഡർ കൊടുത്ത് ബില്ലും പേ ചെയ്ത് ഞങ്ങൾ വെയിറ്റിംഗ് ആണ് കേട്ടോ. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ അതിനിടയിൽ കുഞ്ഞിനവിടെ കുപ്പിയിലുള്ള മിഠായിയൊക്കെ കണ്ടുപിടിച്ചു. നാരങ്ങ മിഠായിയൊക്കെ വാങ്ങിയിരുന്ന് കഴിക്കുക. ആൻകുഞ്ഞിനും അച്ചമ്മയ്ക്കും അച്ചാച്ചനും ബിരിയാണിയും എനിക്കും ചേട്ടനും പൊറോട്ടയും ഒരു മഷ്റൂം കറിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ബിരിയാണി ആസ് യൂഷ്വൽ നന്നായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ വിചാരിച്ചതിലും ഗംഭീരമായത് മഷ്റൂം കറിയാണ്. ഒരു പ്രത്യേക ഫ്ലേവർ ആയിരുന്നു. നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് കുക്കിംഗ് ഒക്കെ ആയിരുന്നു.